ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹോണ്ട ഡിയോ വണ്ടി. ഇടയ്ക്ക് വണ്ടി ഓടി കഴിയുമ്പോൾ മിസ്സിങ് കംപ്ലൈൻ്റ് ആയിട്ട് വന്നിരുന്നത്. അതായത് നമ്മളിപ്പോൾ അത്യാവശ്യം വണ്ടി ഉപയോഗിക്കും, കുറേ ഉപയോഗിച്ച് പെട്ടെന്നൊന്നും കാണിക്കില്ല, കുറേ ഓടി കഴിഞ്ഞ് നമ്മളാണ് ചിലപ്പോൾ ഒരു 10-15 കിലോമീറ്റർ അല്ലെങ്കിൽ ഒരാഴ്ച 2 ആഴ്ച കഴിഞ്ഞ് നമ്മളാണ് കംപ്ലൈൻറ്റ് വന്നത്. അപ്പോൾ നമ്മളത് ഇപ്പോൾ കംപ്ലൈൻറ്റ് കിട്ടിയപ്പോൾ നമ്മൾ പോയി വണ്ടി എടുത്തു, സ്പാർക്ക് പ്ലഗിൻ്റെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തു, ഇലക്ട്രിക്കൽ കംപ്ലൈൻറ്റ് അല്ല എന്നുള്ളത് കൺഫേം ആക്കി. അതിന് ശേഷം നമ്മളതിൻ്റെ പെട്രോൾ കാർബറേറ്ററിൻ്റെ അടിഭാഗത്തേക്ക് കാർബറേറ്ററിനകത്ത് പെട്രോൾ ചെക്ക് ചെയ്യുമ്പോൾ പെട്രോളിൻ്റെ അളവ് വളരെ കുറവായിട്ട് കാണുന്നത്. അപ്പോൾ നിലവിൽ നമ്മൾ ഇത് അഴിച്ചിട്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഈ പെട്രോൾ ടാപ്പിൻ്റെയാണ് കംപ്ലൈൻറ്റ്. ഇരിക്കുന്ന ടാപ്പുണ്ടോ, ആ ടാപ്പിൻ്റെ പ്രശ്നമാണ് കാണിക്കുന്നത് കേട്ടോ. പറയാൻ കാരണം വെച്ചാൽ ഓൾറെഡി വണ്ടിക്കകത്ത് പെട്രോൾ ഉണ്ട്, നമ്മൾ ഇതിനകത്തേക്ക് എയർ ചെക്ക് ചെയ്തിട്ടും പെട്രോൾ ഇറങ്ങുന്നില്ല. കുറേ നേരം ഇരുന്ന് നമ്മൾ വരും. ഇപ്പോൾ നിലവിൽ പെട്രോൾ വന്നില്ല. ഇപ്പോൾ ഈ എയർ എടുക്കുന്ന സമയത്ത് ഈ പൈപ്പിൽ പെട്രോൾ വന്നതാണ്. അപ്പോൾ കംപ്ലൈൻ്റ് ആയിട്ടാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പെട്രോൾ കൃത്യമായിട്ട് കിട്ടാത്തതാണ് അതിൻ്റെ പ്രശ്നം. പെട്രോൾ ടാപ്പ് മാറ്റിയിടാം, ഈ പൈപ്പ് 2 ചേഞ്ച് ചെയ്തിടാം. അതാണ് നമുക്ക് അതുമ്പോൾ ചെയ്യാൻ പറ്റുന്ന വർക്ക് കേട്ടോ. അപ്പോൾ കാർബറേറ്റർ അസംബ്ലിയൊക്കെ നമ്മൾ ഒന്നുകൂടി ഒന്ന് അഴിച്ചു നോക്കി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കാർബറേറ്ററിൻ്റെ അടിയിൽ പെട്രോൾ ഉണ്ടായില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഈ ജെറ്റൊക്കെ ഈ ഓവർഫ്ലോ നീഡിലൊക്കെ പ്രോബ്ലം വരാറുണ്ട്. അപ്പോൾ അതിൻ്റെയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അഴിച്ചു നോക്കിയതാണ്. നിലവിൽ അതിൻ്റെ പ്രശ്നമല്ല, പെട്രോൾ ടാപ്പും ആ പൈപ്പ് കൂടി മാറ്റിയിട്ടാൽ മതി. പെട്രോൾ ടാപ്പാണ് കംപ്ലൈൻറ്റ്. പിന്നെ പൈപ്പ് മാറേണ്ട കാരണം വെച്ചാൽ അതൊന്ന് ഹാർഡായിട്ടുണ്ട്, അതുകൊണ്ടാണ് പൈപ്പ് മാറണം കേട്ടോ. അപ്പോൾ അതൊന്ന് മാറ്റി ക്ലിയർ ചെയ്ത് വെച്ചേക്കാം കേട്ടോ. അതാണ് അതിൻ്റെ കംപ്ലൈൻറ്റ്. ഓക്കെ.